ഇന്ന് ഓഗസ്റ്റ് 10 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. അങ്ങനെ തിയേറ്ററുകളിലെത്തി 3 മാസങ്ങൾക്ക് ശേഷം ആസിഫ് അലി നായകനെത്തിയ സർക്കിട്ടിന്റെ ഒരു OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ മനോരമ മാക്സ് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. OTT റിലീസ് ഇനിയും ഒരൽപ്പം വൈകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഒരുപാട് സിനിമകളാണല്ലോ മനോരമ മാക്സിൽ വരാനായിട്ടിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ അതല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഓണം റിലീസായിട്ടേ സർക്കിട്ട് OTT റിലീസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം OTT റിലീസായ നടികറിന് ശേഷം അടുത്തതായിട്ട് സൈനാപ്ലേയിലൂടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് പെരുമാനി. നേരത്തെ തിയേറ്ററുകളിലെത്തി പരാജയപ്പെട്ട അപ്പൻ സിനിമയുടെ സംവിധായകന്റെ ഏറ്റവും പുതിയ സിനിമ കൂടിയായ പെരുമാനി സൈനാപ്ലേയിൽ ഈ ഓഗസ്റ്റ് മാസം 22 OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം ആദ്യം തിയേറ്ററുകളിലെത്തിയ ധ്യാൻ ശ്രീനിവാസൻ സിനിമയാണ് ID ദി ഫേക്ക്. ചിത്രത്തിന്റെയും OTT അവകാശങ്ങൾ സൈനാപ്ലേ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പെരുമാനിക്ക് ശേഷം സൈനാപ്ലേയിലൂടെ റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്ന IDയുടെ OTT റിലീസ് ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. മലയാളം, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ റിലീസാകും. ഇന്ത്യയിലെ തന്നെ ഒരു ആനിമേഷൻ സിനിമയുടെ വലിയ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ മഹാവതാർ നരസിംഹ. അങ്ങനെ സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റഴിഞ്ഞിരിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സിനിമ OTT റിലീസാകും. ഈ വർഷത്തെ ബോളിവുഡിലെ വലിയ ഡിസാസ്റ്ററായ സിനിമകളിൽ ഒന്നാണ് സൺ ഓഫ് സർദാർ 2. അജയ് ദേവ്ഗൺ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 1 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 2 മാസം കഴിഞ്ഞ് OTT റിലീസാകുകയുള്ളൂ. ഒക്ടോബറിലെ ആദ്യ ആഴ്ച സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. തമിഴിൽ നിന്നും ഓഗസ്റ്റ് 1 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ഹൗസ് മേറ്റ്സ്. ശിവകാർത്തികേയൻ നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വ്യത്യസ്ത ജോണറിൽ പെടുത്താവുന്ന സിനിമ കൂടിയാണ്. C5 സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓഗസ്റ്റ് അവസാനത്തോടെ അതല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവാരം സിനിമ OTT റിലീസാകുന്നതാണ്. അവസാനത്തേത് ഹരിഹര വീരമല്ലു അപ്ഡേറ്റ് ആണ്. സമീപകാലത്തെ ഒരു തെലുഗു സിനിമയുടെ വലിയ ഡിസാസ്റ്ററായി മാറിയ പവൻ കല്യാൺ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ആഴ്ച ഓഗസ്റ്റ് 15 അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 22 സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. വേഗത്തിലുള്ള OTT റിലീസിന് നല്ല സാധ്യതകളുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്.